ഇത്തരം വാർഡ്രോബുകളുടെ ഡോർ എപ്പോഴെങ്കിലും തൂങ്ങുന്നതായിട്ട് തോന്നാറുണ്ടോ, അഥവാ ഇളകി നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അടയ്ക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഫിക്സ് ആകാത്തൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാറുണ്ടോ? അത്തരം പ്രശ്നങ്ങൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. ഇപ്പോൾ വരുന്ന ഈ വാർഡ്രോബുകളുടെ എല്ലാത്തിലും ഹിഞ്ചസ് ഈ ടൈപ്പ് ആയിരിക്കും. കൺസീൽഡ് അഥവാ ക്യാബിനറ്റ് ഹിഞ്ചസ് എന്നറിയപ്പെടുന്ന ഹിഞ്ചസ് ആണ് ഇപ്പോൾ മിക്ക വാർഡ്രോബുകളിലും അലമാരകളായിക്കോട്ടെ ഷെൽഫ് ആയിക്കോട്ടെ എല്ലാത്തിലും വരുന്നത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് അറിഞ്ഞു തന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് ഈ പറയുന്ന കൺസീൽഡ് അഥവാ ക്യാബിനറ്റ് ഹിഞ്ചസ് എന്ന് അറിയപ്പെടുന്ന ഹിഞ്ചസ്. അതായത് വിജാഗിരി ഈ ടൈപ്പാണ്. ട്രഡീഷണൽ ടൈപ്പുകൾ പോലെ അല്ല. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് 3 രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം. ഇതിന്റെ പ്രവർത്തനത്തെ പറ്റി പറയുന്നതിന് മുന്നായിട്ട് ആദ്യം നമുക്ക് ഈ ഏതൊക്കെ ഭാഗത്താണ് ഇതിന്റെ മൂവ്മെന്റ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഹിഞ്ചസുകളെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വാർഡ്രോബിന്റെ മൂവ്മെന്റുകൾ, ഡോറിന്റെ മൂവ്മെന്റുകളെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടി വരും. എക്സാമ്പിൾ, ഞാൻ ഈ ഡോർ ഈ ഒരു വാർഡ്രോബിന്റെ നമുക്ക് ഹിഞ്ചസ് വെച്ചിട്ട് നമുക്ക് ഈ വരുന്ന ഗ്യാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ വരുന്ന ഗ്യാപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഈ വരുന്ന ഗ്യാപ്പ് നമുക്ക് ഈ ഹിഞ്ചസിന്റെ ഈ വരുന്ന ഗ്യാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ തമ്മിലുള്ള ഈ ഡോറും ഈ ഒരു പോർഷൻ തമ്മിലുള്ള ഈ ഗ്യാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 രീതിയിലുള്ള ഫംഗ്ഷനാണ് ഈ പറയുന്ന ഹിഞ്ചസുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഹിഞ്ചസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ 2 സ്ക്രൂ ഇവിടുത്തെയും സ്ക്രൂ നമുക്ക് ലൂസാക്കി കഴിഞ്ഞാൽ ഏകദേശം 2 മില്ലിമീറ്റർ നമുക്ക് മുകളിലോട്ടും താഴോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതായത് ഈ പറയുന്ന ഡോറിന്റെ ഈ ഒരു പോർഷൻ നമുക്ക് 2 മില്ലിമീറ്റർ വരെ മുകളിലോട്ടും താഴോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമുക്ക് ഈ പറയുന്ന 2 സ്ക്രൂകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രൂ ഇത് നമുക്ക് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡോർ നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഗ്യാപ്പിന്റെ അതനുസരിച്ച് നമുക്ക് മുന്നിലോട്ടും പിന്നിലോട്ടും നമുക്ക് ഇത് മൂവ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ പറയുന്ന സ്ക്രൂ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്ക്രൂ ആണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ സ്ക്രൂ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡോറിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഡോറിന്റെ മുന്നിലോട്ടും പിന്നിലോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ആ ഒരു ഹിഞ്ചസിന്റെ ആ ഒരു സ്ക്രൂ യൂസ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഈ ഒരു വാർഡ്രോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഏറെക്കുറെ എല്ലാം കറക്റ്റ് ഫിക്സിംഗ് ആണ്. ഇത് കറക്റ്റ് ആണ്, ഇതിന്റെ ലെവൽ കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ലെവലും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ഈ ലെവലും കറക്റ്റ് ആണ്, ഗ്യാപ്പ് ഇല്ല. ഓക്കെ, ഗ്യാപ്പ് ഇല്ല. അപ്പം ഇവിടെ എന്തെങ്കിലും ചെറിയ ഗ്യാപ്പ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓരോ ഗ്യാപ്പിന്റെ അനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ നമുക്ക് സ്ക്രൂ നമുക്ക് അഡ്ജസ്റ്റ് നമുക്ക് ലെവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അത് എല്ലാവർക്കും ബൈ.